വി.ഡി. സതീശൻ അനുകൂലമായി ഫ്ലെക്സ് വയ്ക്കുകയും പ്രകടനം നടത്തുകയും ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിച്ചത്. ആ നടപടി ശരിയല്ല എന്ന് ജില്ലയിൽ നിന്നുള്ള MP തന്നെ പരസ്യ നിലപാട്, ഒരു തവണയല്ല അദ്ദേഹം ആവർത്തിച്ച് നിലപാട് എടുക്കുകയാണ്. അത് ഒരുപാട് മൂക്കാതെ പഴുത്തതിൻ്റെ കുഴപ്പമാണ്. MP ഒരുപാട് മൂക്കാതെ പഴുത്തു പോയതിൻ്റെ കുഴപ്പമാണ് MP അങ്ങനെ പറയേണ്ടി വന്നത്. MP കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനമാനങ്ങളൊന്നുമില്ല, ഇടുക്കിയിലെ MP ആണ്. അദ്ദേഹത്തിന് 3 വയസ്സുള്ളപ്പോഴാണ് ഞാൻ കലൂർ സ്കൂളിൽ ഒരു സമരം ചെയ്തത്. ഹൈപ്പ് മെമ്മോറിയൽ സ്കൂളിൽ നിന്ന് KSUക്കാരെ പിരിച്ചുവിട്ടപ്പോൾ സമരം ചെന്ന് 3 വയസ്സേ ഉള്ളൂ. 3 വയസ്സാകുമ്പോൾ മുറ്റത്തോടെ നടക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് മൂക്കാതെ പഴുത്തതിന് കുഴപ്പമാണ് എന്ന് പറയാൻ കാരണം. MPയുടെ പണി നോക്കിയാൽ മതി. സംഘടനാപരമായി DCC പ്രസിഡന്റുകളിൽ ചെയ്യാനുള്ള പണി എനിക്ക് അറിയാൻ ഞാൻ ചെയ്തിട്ടുണ്ട്. MPയുടെ ഒരു സഹായവും ഇക്കാര്യത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കഴിഞ്ഞ 5 വർഷമായി കൊണ്ടുപോകുന്ന കാര്യത്തിൽ മറ്റ് ജില്ലകളിലെ എല്ലാ MPമാരും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ സഹായിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സഹായവും DCC പ്രസിഡന്റുകളിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഒരു കാര്യത്തിലും അദ്ദേഹത്തിന് സഹായം ഉണ്ടായിട്ടില്ല. നടപടിക്ക് വിധേയരായ DCC ഭാരവാഹികളാണ്, അവരെ പുറത്താക്കാനും നടപടി സ്വീകരിക്കാൻ. അല്ലെ, DCC ഭാരവാഹി ഒരു ഭാരവാഹി തൊഴിലെന്നുള്ള ഒരു DC സെക്രട്ടറിയാണ്. പിന്നെ ഉള്ളത് ഇങ്ങനെ സൈഡ് പറ്റിയത് വല്ലതും പല ഭാരവാഹികളും വന്നിട്ടുള്ളവരാണ്. താങ്കൾക്ക് അധികാരമില്ല, KPCCക്ക് അധികാരമുള്ളതാണ് നടപടിക്ക് വിധേയരായെന്ന് പറയുന്നത്. ആരാ പറഞ്ഞേ? ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയുള്ള അതെ, ഏതെങ്കിലും ഒരു കുറ്റവാളി കോടതി പോയിട്ട് ഞാൻ തെറ്റ് ചെയ്തില്ല, ഇതല്ല അതിൻ്റെ അതിർത്തി, വേറെ അതിർത്തി എന്ന് പറയുമോ ആരെങ്കിലും? ഏത് കുറ്റവാളിയായാലും. ഈ ACC ഇത്തരം പ്രകടനങ്ങൾ പാടില്ല എന്ന് പറഞ്ഞു. KPCC ഇത് സംബന്ധിച്ച് നിലപാടെടുക്കും. അതിനുശേഷവും ഒരു ജനപ്രതിനിധി അദ്ദേഹം ഇത്തരം നടപടികളെ ന്യായീകരിക്കുന്നത് പാർട്ടിയോടുള്ള വെല്ലുവിളിയാണോ? സംശയിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ദീപാദാസ് മുൻഷിയാണ് കേരളത്തിൻ്റെ ചാർജുള്ള AICC ജനറൽ സെക്രട്ടറി. അവർ കഴിഞ്ഞ 1 വർഷമായി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ വീടും കുടുംബവും എല്ലാം ബംഗാളിലാണെങ്കിൽ പോലും PR ദാസ് മുൻഷിയുടെ ഭാര്യയാണ്. അദ്ദേഹം അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നപ്പോൾ ഞാൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റായി ഇടുക്കിയിൽ. അപ്പോൾ ദാസ് മുൻഷിയുടെ ഭാര്യ അവർക്ക് നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്ന ആളാണ്. 1 വർഷക്കാലമായി ഈ കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ആളുകളിൽ KC വേണുഗോപാലിനോടൊപ്പം ഒരാളാണ് ദീപാദാസ് മുൻഷി. ദീപാദാസ് മുൻഷി കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്നും ഇങ്ങനെയുള്ള പ്രകടനങ്ങൾ ഉണ്ടാവരുത്, ഒറ്റപ്പെട്ട പ്രകടനങ്ങൾ ഉണ്ടാവരുത് എന്ന നിർദ്ദേശമുണ്ടായി. KPCCയുടെ ഭാഗത്തു നിന്ന് സണ്ണി ജോസഫാണ് KPCCയുടെ പ്രസിഡന്റ്. അദ്ദേഹം പലതവണ പറഞ്ഞു. അത് കഴിഞ്ഞാണ് പ്രകടനം ഉണ്ടായത്. പ്രകടനം ഉണ്ടായപ്പോൾ അത് നടപടി സ്വീകരിക്കണം എന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ എന്നുള്ളത് എനിക്ക് തോന്നി. ഞാൻ നടപടി സ്വീകരിച്ചു. എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ അതിൻ്റെ മുകളിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയോ ഹൈക്കമാൻഡോ ഉള്ളൂ. പിന്നെ അവിടെ ഇവിടെയൊക്കെ നടന്നിട്ട് പഞ്ചായത്ത് മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ആവണം, അല്ല മെമ്പർ ഓഫ് പഞ്ചായത്ത് ആവരുത്. മെമ്പർ ഓഫ് പാർലമെൻറ്റ് പറഞ്ഞാൽ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ആവണം, മെമ്പർ ഓഫ് പഞ്ചായത്ത് ആവരുത്. പിന്നെ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് ഈ ജില്ലയിൽ ജയിച്ചിട്ടുള്ള MLAമാരൊക്കെ എങ്ങനെയാണ് നിൽക്കുന്നത്, എവിടെ നിൽക്കുന്നതൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വെറുതെ ചൊറിഞ്ഞ് മാന്തി കിട്ടിയിട്ടുള്ള സൗഭാഗ്യം കളയരുത് എന്ന് ഞാൻ അഡ്വാൻസായി പറയുന്നു. PT തോമസിന് സീറ്റ് കൊടുക്കാതെ പോയത് ആനിക്കുഴിക്കാട്ടി പിതാവുമായിട്ട് പണിയതിൻ്റെ പേരിലാണെന്ന് പറയുന്നത് ആണല്ലോ. അന്ന് PT തോമസ് ഇപ്പോൾ ഈ ജില്ലയിലെ കോൺഗ്രസ് സംബന്ധിച്ച് കഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. കേരള കോൺഗ്രസിൻ്റെ കുത്തകയായിരുന്ന ഒരു പ്രദേശം, ഈ മേഖലയെല്ലാം കേരള കോൺഗ്രസിൻ്റെ കുത്തക. എൻ്റെ പിതാവടക്കം കേരള കോൺഗ്രസ് ആയിരുന്നു. 69 ഞാൻ ന്യൂമാൻ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഞങ്ങൾ 5 പേര് കൂടിയാണ് KSUവിന് മുദ്രാവാക്യം വിളിച്ചവരാണ്, ഇന്ദിരാഗാന്ധിക്ക് സിന്ദാബാദ് വിളിച്ചവരാണ്. 71 ഒരു KSU താലൂക്ക് പ്രസിഡന്റായി. 72 ജില്ല ഉണ്ടാകുമ്പോൾ മുതൽ EM KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നത്. അന്തസ്സായിട്ട് കഷ്ടപ്പെട്ട് പാടുപെട്ട് തന്നെയാണ് പണിയെടുത്താൽ വന്നിട്ടുള്ളത്. അല്ല, ഞാൻ ആരുടെയും പെട്ടി തൂക്കി വന്നതൊന്നുമല്ല. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ. ഇല്ല, നിങ്ങളുടെ മുൻപുണ്ടായിരുന്ന ആളോട് ചോദിച്ചു നോക്കൂ. എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ് തൊഴിലുറപ്പ് ഇടുക്കിയിലും പത്രക്കാർ. അത് നമ്മളെ കഷ്ടപ്പാട് കണ്ടിട്ടാണ്. ഒന്നുമില്ലാത്ത കാലത്ത് 0 കൂടെ പോയപ്പോൾ ഒരു ഗോഡ് ഫാദറും ഇല്ലാതെ, ഇതൊക്കെ പലർക്കും പല ഗോഡ് ഫാദറൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ PT തോമസ് മത്സരിക്കാൻ വേണ്ടി ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. PT തോമസ് ഇവിടെ വീണ്ടും മത്സരിച്ചിരുന്നു. PT തോമസ് ഇടുക്കിയുടെ MP ആയി ജയിക്കുമായിരുന്നു. രാഷ്ട്രീയ സാഹചര്യം അതായിരുന്നു. അപ്പോൾ അന്ന് ആ PTക്ക് കിട്ടാതെ മാറി നിന്ന സമയത്ത് എന്താ ഞാൻ അക്കാര്യം PT ആണല്ലോ കഷ്ടപ്പെട്ടത്. ജോസ് കുറ്റ്യാനി ഈ രാജ്യത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനാണ്. കേരള കോൺഗ്രസിൻ്റെ കോട്ടകൾ പൊളിച്ചതിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് നല്ല സംഭാവനയുണ്ട്. സുലൈമാൻ റാവുത്തർ നന്നായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ KSUവിൻ്റെ കാര്യത്തിൽ നന്നായി പ്രവർത്തിച്ചിട്ടുള്ള, ഇപ്പോൾ ഈ കൂടെ അല്ലെങ്കിൽ പോലും അയാൾ നന്നായി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ പറഞ്ഞില്ലേ, യൂത്ത് കോൺഗ്രസിൻ്റെ KSUവിൻ്റെ ജില്ലാ സെക്രട്ടറി. ഞാൻ നെരിയമ്പാറ കോളേജ്, 1.5 കോളേജ് ഈ ജില്ലയിലുള്ളൂ. നെരിയമ്പാറ കോളേജിൻ്റെ മുകളിൽ ഞാൻ കമ്മിറ്റി കൂടാൻ വേണ്ടി 4 പ്രാവശ്യം ഒരു വർഷം പോയിട്ടുണ്ട്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന, എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് 72 ഡിഗ്രി കഴിഞ്ഞെന്ന് EM ചങ്ങനാശ്ശേരി NSSൽ BAക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അപ്പോൾ അന്ന് 48 ഹൈസ്കൂൾ ഈ ജില്ലയിലുള്ളൂ. 48 ഹൈസ്കൂളിലും പോയി ഏക KSU നേതാവ് ഞാനായിരിക്കും. ഇപ്പോൾ എത്ര ഹൈസ്കൂളുണ്ടെന്ന് ഇപ്പോഴത്തെ KSU ഭാരവാഹികൾ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ.
പിന്നൊക്കെ KSUവിലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ ഭാരവാഹിയാണ്, എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ടോ? അപ്പോൾ അതുകൊണ്ട് വെച്ചേക്കുന്ന വെള്ളം പയ്യെ വാങ്ങി വെക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ അപ്പോൾ അന്ന് PT തോമസ് സീറ്റ് കിട്ടാവുന്ന എന്നാൽ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറയാനുള്ള ആർജവം കാണിച്ചില്ലല്ലോ. PT തോമസിൻ്റെ രക്തവും PT തോമസിൻ്റെ വിയർപ്പും PT തോമസിൻ്റെ അധ്വാനമുള്ളല്ല, പ്രത്യേക അധ്വാനമൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഒരധ്വാനം ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്. മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ആവണം, മെമ്പർ ഓഫ് പഞ്ചായത്ത് ആവരുത്. കൂടുതൽ എനിക്ക് പറയാനുണ്ട്, ഞാൻ പറയാനുള്ളത് റിസർവ് ചെയ്യുന്നു. അതുകൊണ്ട് അതിവിടെ നിർത്തുന്നതായിരിക്കും നല്ലത് എന്നാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനുള്ള എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അത് പറഞ്ഞിരുന്നു, ഇടുക്കിയിൽ ഉൾപ്പെടെ സംഘടിപ്പിക്കും ഇലക്ഷൻ കഴിഞ്ഞ. ആര് പറഞ്ഞു? താങ്കൾ പറഞ്ഞിരുന്നു. ആ സംബന്ധിച്ച് എന്തെങ്കിലും റിപ്പോർട്ടുകൾ പരിശോധിക്കുക? അതിൻ്റെ റിപ്പോർട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വീഴ്ച അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? പല സ്ഥലങ്ങളിലും ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. SCP ജില്ലാ രൂപീകരണത്തിന് ശേഷം ഇതുവരെ കോൺഗ്രസ് മന്ത്രിമാരും ഈ ജില്ലയിൽ നിന്നുണ്ടായിട്ടില്ല. ഇത്തവണ അത് വേണമെന്ന് KPCCയോട് ആവശ്യപ്പെടുക എന്താണ് നിലപാട്? നേരത്തെ തന്നെ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ, അതിന് മുമ്പ് തന്നെ, അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൈനാവിച്ച് പറഞ്ഞതാണ്. ജില്ലയിൽ 72 ജില്ലയാണ്. ഇതുവരെ കോൺഗ്രസിൻ്റെ ഒരു മന്ത്രി ഇവിടെ ഉണ്ടായിട്ടില്ല. 4 MLA ഞങ്ങൾ 4 സീറ്റ് കിട്ടി, 4 സീറ്റിലും MLA ജയിപ്പിച്ചു. ആ 4 പേര് ജയിച്ചു വന്നിരിക്കുന്ന സ്ഥിതിക്ക് കോൺഗ്രസ്സിന് ഒരു മന്ത്രിയെ കിട്ടണം എന്നതാണ് ഈ ജില്ലയുടെ. മറ്റെല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്, പല ജില്ലകളിലും മന്ത്രിമാരുണ്ടായിട്ടുണ്ട്, ആഭ്യന്തര വകുപ്പുകളൊക്കെ കാര്യങ്ങളുണ്ട്. 3-4 മന്ത്രിമാരെ സംഭാവന ചെയ്ത മറ്റ് പല ജില്ലകളുമുണ്ട്. ഞങ്ങൾ ഈ ജില്ലയിലെ പാവങ്ങളല്ലേ, ഇത് കുടിയേറ്റ കർഷകരാണ്. മണ്ണിനോടൊക്കെ അധ്വാനിച്ച് നന്നായി പണിയെടുക്കുന്ന കോൺഗ്രസ്സുകാരാണ് ഇവിടെയുള്ളത്, അല്ലാതെ മറ്റേതിനെ പോകുന്നുള്ളൂ. നന്നായിട്ട് അധ്വാനിക്കുന്ന കോൺഗ്രസ്സുകാരാണ് ഇവിടെയുള്ളത്. ആലപ്പുഴ ജില്ലയുടെ വിസ്തൃത ഇടുക്കി തന്നെ എടുത്താൽ. അപ്പോൾ അതുകൊണ്ട് അതിനൊരു അംഗീകാരം ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ഇടുക്കിക്ക് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇടുക്കിക്ക് പ്രതീക്ഷ ഒരു മന്ത്രിയെ കിട്ടും. അത് കേരളത്തിൽ മന്ത്രിമാരെ എടുക്കുന്ന സമയത്ത്, ഷഫിൾ ചെയ്യുന്ന സമയത്ത് മന്ത്രിമാരെ പുനഃസംഘടിപ്പിക്കേണ്ട ജോലി മുഖ്യമന്ത്രിയുടേതാണ്. മുഖ്യമന്ത്രി അത് പരിഗണിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പറഞ്ഞിട്ടുണ്ട്. ക്ലെയിമല്ല, ഞങ്ങളുടെ ഒരു ആവശ്യം എന്നുള്ള നിലയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഞങ്ങളുടെ ജില്ലയ്ക്ക് മന്ത്രിയെ കിട്ടിയിട്ടില്ല. 54 വർഷത്തെ ചരിത്രമുണ്ട് ജില്ലയ്ക്ക്. 72 ജില്ല, 54 വർഷത്തെ ചരിത്രമുണ്ട്. ഈ ചരിത്രത്തിനിടയിൽ ഇതുവരെ നമുക്ക് ഒരു മന്ത്രിയെ കിട്ടിയിട്ടില്ല. മന്ത്രിയെ വേണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അല്ല, അത് അന്ന് ഉണ്ടായതല്ല. ഞാൻ ഈ പറഞ്ഞു വന്ന കൂട്ടത്തിൽ നിങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒന്ന് സാക്ഷികളാണല്ലോ. ഞാൻ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഈ അഗസ്തി XMLA ആണ്, AK മണി XMLA ആണ്. പറഞ്ഞു വരുമ്പോൾ പ്രസംഗിക്കുമ്പോൾ അങ്ങനെ പ്രസംഗിച്ചതുകൊണ്ടാണ് ഞാൻ സംസാരിച്ച് വന്നപ്പോൾ എനിക്കൊരു സ്ലിപ്പ് ഓഫ് ദ ടങ് എന്നുള്ള നിലയിൽ ഞാൻ സണ്ണി ജോസഫ് XMLA എന്ന് പറഞ്ഞു പോയി. പുള്ളി അതേ കയറി പിടിച്ചിട്ട് പറഞ്ഞു. CP വരെ ഈ മണിയെയും അഗസ്തിയൊക്കെ ഓർത്തിട്ട് പറയുന്നതാണിത്. പക്ഷെ അത് പോരാ, നമുക്ക് ഇപ്രാവശ്യം MLA തന്നെ ഉണ്ടാകണം. MLA എന്ന് പുള്ളി അദ്ദേഹം 3 പ്രാവശ്യം പറഞ്ഞു. KPCC പ്രസിഡന്റ് ഈ നാട്ടുകാരനാണ്, ഈ നാടിനെക്കുറിച്ച് നന്നായി അറിയാവുന്നതാണ്. ന്യൂമാൻ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു, ഇവിടെ നിന്നാണ് അങ്ങോട്ട് പോയിട്ടുള്ളത്. സ്കൂൾ വിദ്യാഭ്യാസകാലം ഇവിടെയായിരുന്നു. അപ്പോൾ നന്നായിട്ട് അറിയാവുന്നതാണ് ഇടുക്കിയെക്കുറിച്ചും ഇടുക്കിയിലെ കർഷകനെക്കുറിച്ചും. കണ്ണൂരിലെ കർഷകനെ അറിയുന്നതിനേക്കാൾ കൂടുതൽ ഇടുക്കിയിലെ കർഷകരെ അറിയാം എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതിനോടൊരു സോഫ്റ്റ് കോർണർ KPCC പ്രസിഡന്റ് ഭാഗത്തുണ്ടാകും, AICCയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.